നമ്മൾ ഇന്ന് പഠിക്കുന്നത് എക്കോളജിയിലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അല്ല, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ. ആ ചാപ്റ്ററുകളെ പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളുമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സുകൾ, അതുപോലെ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽ പലതരത്തിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് മോഡലുണ്ട്, എക്സ്പോണൻഷ്യൽ ഉണ്ട്, ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലുണ്ട്. അതിൻ്റെ ഇക്വേഷൻ പഠിക്കണം, അതുമായിട്ടുള്ള പ്രോബ്ലംസ്, പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻസിനകത്ത് പാർട്ട് 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അതിനകത്ത് പഠിക്കേണ്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അത് സാധാരണ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. The size of the population is not static. Size of the population is not a static parameter. സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു പാരാമീറ്റർ അല്ല. പോപ്പുലേഷൻ സൈസ് ചേഞ്ച് ചെയ്യും, ടൈം അനുസരിച്ച് ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും അത് കോൺസ്റ്റൻ്റ് അല്ല, സ്റ്റാറ്റിക് അല്ല. വിച്ച് ഓഫ് ദി ഫോളോയിങ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ പോപ്പുലേഷൻ? താഴെ തന്നിരിക്കുന്നവയിൽ ആരൊക്കെയാണ് പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ഓപ്ഷൻ 1 നമുക്ക് നോക്കാം, നറ്റാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ നറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് ആണ്. നറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റിൻ്റെ മറ്റൊരു പേരാണ്. ബർത്ത് റേറ്റിന് പറയുന്ന പേരാണ്, ഡിമോഗ്രാഫിയിൽ ഉപയോഗിക്കുന്ന ടേമാണ് ബർത്ത് റേറ്റിന് പകരം നറ്റാലിറ്റി. അല്ലെങ്കിൽ ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ലെറ്ററിലാണ് ഉപയോഗിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ബി എന്ന് പറയുന്ന ലെറ്റർ. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ ഡെത്ത് റേറ്റ് ആണ്. ഡെത്ത് റേറ്റ് അതിന് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ലെറ്ററിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ആരൊക്കെയാണ് പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കാറുണ്ട്. ബർത്ത് റേറ്റും പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യും, ഡെത്ത് റേറ്റ് മോർട്ടാലിറ്റി ഡിക്രീസ് ചെയ്യും. അതിനകത്ത് ഒന്നിവിടെ നറ്റാലിറ്റിയും മോർട്ടാലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരാൾ ഇൻക്രീസ് ചെയ്യുന്നതാണ്, നറ്റാലിറ്റി ഇൻക്രീസ് ചെയ്യും, മോർട്ടാലിറ്റിയാണ് ഡിക്രീസ് ചെയ്യുന്നത്. തന്നിരിക്കുന്നതിനകത്ത് ഏത് ഓപ്ഷനാണ് പോപ്പുലേഷൻ ഡിക്രീസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡിക്രീസ് ചെയ്യുന്നത്. അടുത്തത് മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻസ്. ഇനി വേറെ 2 ടേമും കൂടെ നമ്മൾ ഈ പോപ്പുലേഷൻസ് ഡെൻസിറ്റിയിൽ ഉപയോഗിക്കാറുണ്ട്. എമിഗ്രേഷനും ഉണ്ട്. ഇമിഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കാറുള്ള ടേംസ് തന്നെയാണ്. ക്യാപിറ്റൽ ഐ എന്ന് പറയുന്ന ലെറ്ററിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ആഡഡ് ടു എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലേക്ക് ആഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം, അതായത് അവർ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുക, ഒരു പോപ്പുലേഷനിലേക്ക് വന്ന് ചേരുന്നവരാണ്. ഇനി ഒരു പോപ്പുലേഷനിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്നവരെയാണ് എമിഗ്രേഷൻ ഓർ എമിഗ്രൻ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എമിഗ്രേഷൻ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലെഫ്റ്റ് ഫ്രം ദി പോപ്പുലേഷൻ ലെഫ്റ്റ് ഔട്ട് ആവുന്നത്, അത് ഇ ആണ്. അപ്പം ശരിക്കും ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്നതെന്നും ചോദിക്കാം പരീക്ഷയ്ക്ക്, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ആ കൺസെപ്റ്റ് നമ്മൾ ഇത്രയും അറിഞ്ഞിരിക്കണം. നറ്റാലിറ്റിയും ഇമിഗ്രേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്നതാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത് മോർട്ടാലിറ്റിയും എമിഗ്രേഷനുമാണ്. അപ്പം ഇവിടെ ഓപ്ഷൻ 2ലാണ് ആൻസർ. മോർട്ടാലിറ്റി ആൻഡ് എമിഗ്രേഷൻ ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിക്രീസ് ചെയ്യുന്നത് ചിലപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ഇൻക്രീസ് ചെയ്ത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ നറ്റാലിറ്റിയും ഇമിഗ്രേഷനും, അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ടേംസിൻ്റെ ലെറ്ററുകളായിരിക്കും തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ഇക്വേഷൻസ് ഉള്ളതുകൊണ്ട് പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ, അത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പം പറയും. ഇനി അടുത്ത അതേ വേറെ ഒരു ക്വസ്റ്റ്യൻസ്, ദ ഡെൻസിറ്റി ഓഫ് ദി പോപ്പുലേഷൻസ് ഇൻ എ ഗിവൺ ഹാബിറ്റാറ്റ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഡ്യൂ ടു ഡിഫറെൻറ്റ് റീസൺസ്. പല കാരണങ്ങൾ കൊണ്ട് ഒരു പോപ്പുലേഷൻസിൻ്റെ ഡെൻസിറ്റി കൂടാം. നെയിം 2 ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഇൻ ഗിവൺ ഏരിയ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ചോദിച്ചേ ഈ ക്വസ്റ്റ്യൻ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഏരിയ കൂട്ടുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന്. അപ്പോൾ ഏതൊക്കെ ഫാക്ടറുകളാണ് കൂട്ടുന്നത്? നറ്റാലിറ്റി ആൻഡ് ഇമിഗ്രേഷൻ. അപ്പോൾ അത് 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് അവിടെ ചോദിക്കാറുണ്ട്. കൂട്ടുന്നതാര്, കുറയ്ക്കുന്നതാര്. അതേപോലെ നമ്മൾ ഒരു കാര്യം കൂടി ഓർത്തിരിക്കണം, ബർത്ത് പ്ലസ് ഇമിഗ്രേഷൻ ഗ്രേറ്റർ ആയിരിക്കണം ഡെത്ത് പ്ലസ് ഇമിഗ്രേഷൻ. അപ്പം ബി പ്ലസ് ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആയിരിക്കണം ഡി പ്ലസ് ഇയെക്കാട്ടിലും, എങ്കിൽ മാത്രമേ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടത്തുള്ളൂ.
ഇപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ, ആ കണ്ടീഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ബർത്ത് പ്ലസ് ഇമിഗ്രേഷൻ, അതായത് B+I ഗ്രേറ്റർ ദാൻ D+E ആയിരിക്കണം. ആ ഒരു കണ്ടീഷനൂടെ അവിടെ ഓർത്തിരിക്കണം. ഇനി അടുത്തത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാറുണ്ട്. ഡിഫൈൻ മോർട്ടാലിറ്റി ഓർ ഡിഫൈൻ നറ്റാലിറ്റി. ഇപ്പം നറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് പെർ ബർത്ത്, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ പെർ ക്യാപിറ്റ ബർത്ത് എന്നാണ് പറയുന്നത്. ഇത്ര സമയം കൊണ്ട് ഇത്ര ഇൻഡിവിജ്വൽസ് ജനിച്ചത്, അതാണ് നമ്പർ ഓഫ് ബർത്ത് പെർ ക്യാപിറ്റ. നറ്റാലിറ്റി. മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഡെത്ത് ഇൻ പോപ്പുലേഷൻ ഡ്യൂറിങ് ഗിവൺ പീരീഡ്, ഒരു പ്രത്യേക പീരീഡിൽ, അല്ലെങ്കിൽ നമ്മൾ പെർ ക്യാപിറ്റ ഡെപ്ത് എന്നും പറയും, പെർ ക്യാപിറ്റ ഡെത്ത്. അതാണ് അതിൻ്റെ മോർട്ടാലിറ്റിയുടെ ഡെഫിനിഷൻ. ഇപ്പോൾ ഇവിടെ മോർട്ടാലിറ്റി തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ഡെത്ത് ഇൻ ദി പോപ്പുലേഷൻ ഡ്യൂറിങ് ഗിവൺ പീരീഡ്. ഓക്കെ, ഇനി നമ്മൾ ഫില്ല് ചെയ്യണം നമ്പർ ഓഫ് ബർത്ത് ഇൻ ദി പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്. ജനന നിരക്ക്, അതിന് നട്ടാലിറ്റി എന്നാണ് പറയുന്നത്. നട്ടാലിറ്റി. അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഈ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സിനകത്ത് നിന്നും ചോദിക്കുക. ചിലപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ നട്ടാലിറ്റി ആൻഡ് മോർട്ടാലിറ്റി എന്നായിരിക്കും ചോദിക്കും. ഇപ്പോൾ നമ്മൾ നട്ടാലിറ്റി, നമ്പർ ഓഫ് ബർത്ത് ഇൻ ദ പോപ്പുലേഷൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ബർത്ത് പെർ ക്യാപിറ്റ എന്ന് എഴുതിയാലും കറക്റ്റാണ്. ക്യാപിറ്റൽ B എന്ന് പറയുന്ന ലെറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് എഴുതണം. മോർട്ടാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ നമ്പർ ഓഫ് ഡെത്ത് ഇൻ പോപ്പുലേഷൻ ഡ്യൂറിങ് ഗിവൺ പീരീഡ് ഉള്ള ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഡെത്ത്, അത് ക്യാപിറ്റൽ D എന്ന് പറയുന്ന ലെറ്ററിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കണം. അങ്ങനെ ഡിഫൈൻ ചെയ്യാനും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നമ്മൾ അടുത്ത വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, വേറൊരു ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും എക്സാമിനേഷന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇതിനകത്ത് ഗ്രാഫ് ഉണ്ട്, ഏജ് പിരമിഡ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ ആൻഡ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഏജ് പിരമിഡ് ഫോർ ഹ്യൂമൻ പോപ്പുലേഷൻ. ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഏജ് പിരമിഡ് ഇവിടെ തന്നിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രധാനമായിട്ടും ഏജ് പിരമിഡ് 3 എണ്ണം ഉണ്ട്. ആ 3 ഏജ് പിരമിഡും നമ്മൾ ഓർത്തിരിക്കണം. 3 ടൈപ്പ്. ഇപ്പോൾ ഇവിടെ ഒരു തന്നിരിക്കുന്നത് ഈ എക്സ്പാൻഡിങ് ആണ് തന്നിരിക്കുന്നത്. ഈ തന്നിരിക്കുന്നത് എക്സ്പാൻഡിങ് ആണ്. ഫിഗർ ഗിവൺ ബിലോ ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഏജ് പിരമിഡ് ഫോർ ഹ്യൂമൻ പോപ്പുലേഷൻ. ഇത് എക്സ്പാൻഡിങ് ടൈപ്പ് ഓഫ് ഏജ് പിരമിഡാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്, ഇതിൻ്റെ ബേസ് ബ്രോഡാണ്. അങ്ങനെയും ചോദിക്കാം പരീക്ഷയ്ക്ക്. വാട്ട് ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദി എക്സ്പാൻഡിങ് ടൈപ്പ് ഓഫ് ഏജ് പിരമിഡ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ബേസ് ബ്രോഡ് ബേസാണ്, വളരെ വീതിയുള്ള ബേസാണ്, ട്രയാങ്കുലാർ ഷേപ്പാണ്. അതാണ് പ്രത്യേകത, ട്രയാങ്കുലാർ ഷേപ്പാണ്. നമ്പർ ഓഫ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ്, ഒരു ഗ്രോത്ത് സ്റ്റാറ്റസിൻ്റെ നമ്മൾ ഏജ് പിരമിഡ് വരയ്ക്കുമ്പോൾ 3 ഗ്രോത്ത് സ്റ്റാറ്റസ് ഉണ്ട്. പ്രീ റീപ്രൊഡക്റ്റീവ് ഉണ്ട്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഉണ്ട്. അതിൽ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം, ഗ്രോത്ത് സ്റ്റാറ്റസ് കൂടുതലായിരിക്കും, എപ്പോഴും കൂടുതലാണ് പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രാഫ് നമുക്ക് ചോദിക്കുക. ഇതിപ്പോൾ എക്സ്പാൻഡിങ്ങിനാണ് തന്നത്. ഇനി ചിലപ്പോൾ ബെൽ ഷേപ്പിലുള്ള ഗ്രാഫ് ചോദിക്കും. ബെൽ ഷേപ്പ് ആണെങ്കിൽ അത് സ്റ്റേബിൾ ടൈപ്പ് ഓഫ് ഏജ് പിരമിഡ് ആയിരിക്കും. ഷേപ്പ് ബെൽ ഷേപ്പ്ഡ് ആയിരിക്കും. ഷേപ്പ് എന്ന് പറയുന്നത് ബെൽ ഷേപ്പ്ഡ് ആയിരിക്കും, ബെല്ലിൻ്റെ ആകൃതി ആയിരിക്കും. ഈ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ഓൾമോസ്റ്റ് ഈക്വൽ സൈസിലായിരുന്നു വരുന്നത്. ഈ താഴെയിരിക്കുന്ന പ്രീ റീപ്രൊഡക്റ്റീവ്, അതിന് തൊട്ട് മേളിലിരിക്കുന്ന അടുത്ത റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസുകളൊക്കെ ഈക്വൽ സൈസിലായിരിക്കും വരുന്നത്. അതാണ് ഏത് ടൈപ്പ്? സ്റ്റേബിൾ ടൈപ്പ് എന്ന് പറയുന്നത്. അത് ബെൽ ഷേപ്പ്ഡ് ആണ്, ബെൽ ഷേപ്പ്ഡ്. ഇനി മൂന്നാമത്തെ ഏജ് പിരമിഡ് എന്ന് പറയുന്നത്, ഒന്ന് എക്സ്പാൻഡിങ്, മൂന്നാമത്തെ ഏജ് പിരമിഡ് എന്ന് പറയുന്നത് ഡിക്ലൈനിങ് ആണ്. ഡിക്ലൈനിങ് ടൈപ്പ്. ആ ഡിക്ലൈനിങ് ടൈപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഡിക്ലൈനിങ് ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പ്രീ റീപ്രൊഡക്റ്റീവിൻ്റെയും പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസിൻ്റെ എണ്ണം കുറവ്, നടുക്കിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് കൂടുതലായിട്ട് വരും. റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ഇങ്ങനെ കൂടുതലായിട്ട് വരും. പ്രീ റീപ്രൊഡക്റ്റീവും പോസ്റ്റ് റീപ്രൊഡക്റ്റീവും കുറവായിരിക്കും. അതായത് ഏൺ ഷേപ്പിൽ വരും. ഏൺ ഷേപ്പ്ഡ് ഗ്രാഫ് ആയിരിക്കും. ഏൺ ഷേപ്പ്ഡ് ഗ്രാഫ്. ഇതൊരു ബെല്ല് ഷേപ്പിൽ ഗ്രാഫ് വരും. രണ്ടും സ്റ്റേബിൾ. ഇത് സ്റ്റേബിൾ എന്താണ്? ഇത് എക്സ്പാൻഡിങ്. അപ്പം അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അല്ലെങ്കിൽ ഡിഫൈൻ ഏജ് പിരമിഡ് ആൻഡ് ഡ്രോ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഏജ് പിരമിഡ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എഴുതണം, ഏജ് പിരമിഡ് എന്ന് പറഞ്ഞാൽ പിക്ടോറിയൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽസ് ഇൻ ഏജ് ഗ്രൂപ്പ്. പിക്ടോറിയൽ ഓർ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഈച്ച് ഏജ് ഗ്രൂപ്പ്. ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ, ഇത് ഹ്യൂമൻ പോപ്പുലേഷൻസിലെ ഏജ് പിരമിഡായി 3 ടൈപ്പ് ഉള്ളത്.
അപ്പോൾ എക്സ്പാൻഡിങ്, സ്റ്റേബിൾ, ഡിക്ലൈനിങ്. അപ്പോൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഏജ് പിരമിഡ് ചോദിച്ചിട്ട് 3 ടൈപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ ഡയഗ്രം തന്നിട്ട് ഇതുപോലെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ അതിൻ്റെ ഷേപ്പും കൂടെ നമ്മൾ ഓർത്തിരിക്കണം. എക്സ്പാൻഡിങ് ട്രയാങ്കുലർ ഷേപ്പും സ്റ്റേബിൾ ബെൽ ഷേപ്പുമാണ്. ഡിക്ലൈനിങ് എന്ന് പറഞ്ഞാൽ ആൺ ഷേപ്പ്ഡ് എന്ന് പറഞ്ഞാൽ പമ്പരത്തിൻ്റെ ഷേപ്പ്. നമുക്കറിയാം പമ്പരത്തിൻ്റെ മുകളും താഴെ എന്തുവാണ്, ചെറുതാണ്, നടുക്കിരിക്കുന്ന ഭാഗം കുറച്ച് ബ്രോഡാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഗ്രോത്ത് സ്റ്റാറ്റസിൽ റീപ്രൊഡക്റ്റീവ് എന്നാണ് പറയുന്നത്, മിഡിൽ പോർഷൻ അത് ഇൻഡിവിജ്വൽസ് കൂടുതലായിരിക്കും ഡിക്ലൈനിങ് ടൈപ്പിൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത എപ്പോഴും ഇവിടെ നമുക്ക് ഈ പോപ്പുലേഷൻസിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് ഗ്രോത്ത് മോഡലിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദി ഇക്വേഷൻ dn/dt ഈസ് ഈക്വൽ ടു Rn ഇൻറ്റു k മൈനസ് n/k. എ ഭാഗം നമുക്ക് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഗ്രോത്ത് കർവ് ഡസ് ഇറ്റ് റെപ്രസെൻറ്റ്സ്? 2 ടൈപ്പ് ഗ്രോത്ത് കർവ് നമുക്ക് പഠിക്കാനുണ്ട്. എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ ജിയോമെട്രിക്കൽ ഗ്രോത്ത് മോഡലുണ്ട്. അടുത്തത് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ. ഇതെന്ന് പറയുന്നത് വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലാണ്. വെർഹുലിസ്റ്റ് പേൾ കണ്ടുപിടിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരൂടെ പറയും വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ. ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ അതാണ് എ പാർട്ട്. ഇത് ഏത് ടൈപ്പ് ഗ്രോത്ത് കർവാണ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലാണ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്, ലിമിറ്റഡ് റിസോഴ്സസുകൾ ലിമിറ്റഡ് ആയിരിക്കണമെങ്കിൽ മാത്രമേ ഈ ഗ്രോത്ത് മോഡൽ ഒബേ ചെയ്യും. ഇനി ഇതിനകത്ത് വാട്ട് ഡു ദ ഫോളോയിങ് നൊട്ടേഷൻ റെപ്രസെൻറ്റ്? താഴെ പറയുന്ന നൊട്ടേഷൻസുകൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തിനെയാണെന്ന്. എൻ നമ്മൾ സാധാരണ പോപ്പുലേഷനിൽ ഉപയോഗിക്കുന്നതാണ്. അത് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇനി ഇവിടെ സ്മോൾ ആർ, ഈ സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ്. ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് എന്ന് പറയുന്ന ടേമിനെയാണ് നമ്മൾ സ്മോൾ ആർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കെ അറിയാം, ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. കെ എന്ന് പറയുന്നത് ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ളതാണ് കെ. മനസ്സിലായോ? ഓക്കെ. അപ്പം അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അല്ല എങ്കിൽ വേറൊരു രീതിയിൽ ചോദിക്കുക, റൈറ്റ് വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇക്വേഷൻ തന്നിട്ട് അത് ഏത് ടൈപ്പ് ഗ്രോത്തിനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതിനകത്തുള്ള ടേമുകൾ ഓരോന്നും എന്താണെന്ന്, നൊട്ടേഷൻ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ടേം റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ റൈറ്റ് വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ എന്ന് ചോദിക്കാം. അപ്പം dn/dt ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ക്യാപിറ്റൽ N ഇൻറ്റു k മൈനസ് n/k. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഒക്കർ ചെയ്യണമെങ്കിൽ ലിമിറ്റഡ് റിസോഴ്സസുകൾ ലിമിറ്റഡ് ആയിരിക്കണം, എങ്കിലേ ഈ ഗ്രോത്ത് ഒക്കർ ചെയ്യത്തുള്ളൂ. അത് കണ്ടുപിടിച്ചത് വെർഹുലിസ്റ്റ് പേൾ ആയതുകൊണ്ട് നമ്മൾ വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ എന്ന് അറിയപ്പെടും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ, പോപ്പുലേഷൻ ഗ്രോത്ത് മേ ബി എക്സ്പൊണൻഷ്യൽ ഓർ ലോജിസ്റ്റിക്. ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ഒന്നുകിൽ എക്സ്പൊണൻഷ്യൽ ആകാം അല്ലെങ്കിൽ ലോജിസ്റ്റിക് ആകാം. ഇത് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കോളത്തിനകത്ത് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്, മറ്റേ കോളത്തിനകത്ത് ലോജിസ്റ്റിക് ഗ്രോത്ത് എന്ന് എഴുതുക. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ആണെങ്കിൽ റിസോഴ്സസ് അൺലിമിറ്റഡ്, റിസോഴ്സസുകൾ ഒരുപാടുണ്ടായിരിക്കും, അപ്പോഴാണ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. അല്ലെങ്കിൽ വേറൊരു പേരുമുണ്ട്, ജിയോമെട്രിക് ഗ്രോത്ത് എന്ന് പറയും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത്. ലോജിസ്റ്റിക് നമ്മളിപ്പോൾ പറഞ്ഞു ലിമിറ്റഡ് റിസോഴ്സസ്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ജെ ഷേപ്പ്ഡ് കർവാണ്, ഇംഗ്ലീഷിലെ ജെ ഷേപ്പ്ഡ് കർവാണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് സിഗ്മോയിഡ് അല്ലെങ്കിൽ എസ് ഷേപ്പ്ഡ് കർവാണ്, സിഗ്മോയിഡ് ഷേപ്പ് കർവ് കിട്ടുന്നത്. ഇനി അടുത്ത പ്രത്യേകത, ഇതിൻ്റെ ഇക്വേഷൻ, എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷൻ dn/dt ഈസ് ഈക്വൽ ടു സ്മാൾ ആർ ക്യാപിറ്റൽ N. ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻ dn/dt ഈസ് ഈക്വൽ ടു സ്മാൾ ആർ n ഇൻറ്റു k മൈനസ് n/k. മനസ്സിലായോ? k മൈനസ് n/k. ഓക്കെ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ എഴുതാനായിട്ട്. അത് രണ്ട് കോളമായിട്ട്. ഇപ്പോൾ പല ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് ഇക്വേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇക്വേഷൻ തന്നിട്ട് ടേം
എക്സ്പ്രസ് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. അപ്പോൾ എനിവേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ആ പഠിക്കുന്ന കൺസെപ്റ്റിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ തറവായിട്ട് പഠിക്കുക. ഇക്വേഷൻ പഠിച്ചു വെക്കണം, ഗ്രാഫ് വരച്ചു വെക്കണം, ആ ഗ്രോത്ത് ഒക്കർ ചെയ്യുന്ന സ്പെഷ്യൽ കണ്ടീഷൻ ഏതൊക്കെയാണെന്നും പഠിക്കണം. ഇനി അടുത്തത്, എ പോപ്പുലേഷൻ ഹാസ് സർട്ടൺ ആട്രിബ്യൂട്ട്സ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഓർഗാനിസം ഡസ് നോട്ട്. നമ്മളൊരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ചില ആട്രിബ്യൂട്ട്സുകളുണ്ട്. അതിന് നമ്മൾ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനകത്ത് അങ്ങനെ ആട്രിബ്യൂട്ട്സുകളൊന്നുമില്ല. ഏതൊക്കെയാണ് ഈ പോപ്പുലേഷനുള്ള ആട്രിബ്യൂട്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് ബർത്ത് റേറ്റ്, അതൊരു, അല്ലെങ്കിൽ നമ്മൾ നറ്റാലിറ്റി എന്ന് പറയും, അങ്ങനെ പറയാം. രണ്ടാമത്തേതെന്ന് പറയുന്നത് ഡെത്ത് റേറ്റ്, അല്ലെങ്കിൽ നമുക്ക് മോർട്ടാലിറ്റി എന്ന് പറയാം. മൂന്നാമത്തേതെന്ന് പറയുന്നത് സെക്സ് റേഷ്യോ എന്ന് പറയാം. നാലാമത്തത് ഏജ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഏജ് പിരമിഡ് എന്ന് പറയാം. അഞ്ചാമത്തെ പാരാമീറ്റർ പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇത് പോപ്പുലേഷനിലുള്ള ആട്രിബ്യൂട്ട്സുകളാണ്. ഇത് ഓരോന്നും നമ്മൾ പഠിക്കുന്നുണ്ട്. പറഞ്ഞു, ബർത്ത് റേറ്റ്, നറ്റാലിറ്റി, ഡെത്ത് പെർ ക്യാപിറ്റ ബർത്ത്, ഡെത്ത് റേറ്റ് പെർ ക്യാപിറ്റ ഡെത്താണ്. സെക്സ് റേഷ്യോ മെയിലും ഫീമെയിലും തമ്മിലുള്ള റേഷ്യോ ആണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഹ്യൂമൻ പോപ്പുലേഷൻസിലൊക്കെ 60% ഫീമെയിലും ആൻഡ് ബാക്കി റിമൈനിങ് 40% എന്ന് പറയുന്നത് മെയിലും ആയിരിക്കും. പിന്നെ നമ്മളിപ്പം പറഞ്ഞ ആ ഏജ് പിരമിഡിലെ പല ടൈപ്പ്, എക്സ്പാൻഡിങ് അല്ലെങ്കിൽ ഗ്രോയിങ്, സ്റ്റേബിൾ, ഡിക്ലൈനിങ്, അത്. പിന്നെ പോപ്പുലേഷൻ ഡെൻസിറ്റി, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത്, ആ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ സ്പീഷീസ് ഓക്യുപ്പൈങ് ഇൻ ഗിവൺ ഏരിയ ഓർ യൂണിറ്റ് വോളിയം അറ്റ് എ ടൈം. ഒരു പ്രത്യേക സമയത്ത് ഒരു സ്ഥലത്ത് ഒക്യുപ്പൈ ചെയ്യുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസുകളുടെ, സ്പീഷീസുകളുടെ എണ്ണത്തിനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അത് വെള്ളത്തിലൊക്കെ ആകുമ്പോൾ നമ്മളൊരു യൂണിറ്റ് വോളിയത്തിലാണ് പറയുന്നത്. വാട്ടർ ഓർഗാനിസങ്ങൾ അല്ല അക്വാറ്റിക് ഓർഗാനിസങ്ങളിൽ അല്ല എങ്കിൽ നമ്മളത് യൂണിറ്റ് ഏരിയയിലാണ് പറയുന്നത്, ടെറസ്ട്രിയൽ ആണെങ്കിൽ, കരയിലാക്കുകയാണെങ്കിൽ. അപ്പോൾ അത് ഓർത്തിരിക്കണം. ഇനി നമ്മുടെ NCERT ടെസ്റ്റിൽ ഉള്ള ഒരു ഡയഗ്രമാണ് ഇത്. നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒബ്സർവ് ദ ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ഫ്ലോ ചാർട്ട് നോക്കുക. നെയിം ദ പ്രോസസ് റെപ്രസെൻറ്റഡ് ആസ് എ ആൻഡ് ബി. എയും ബിയും എന്തുവാണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കണം. എ എന്താണ്, ബി എന്താണെന്ന് എഴുതണം. ഇഫ് NT ഈസ് ദ പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ദ ടൈം ടി ടൈമിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ് NT. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇക്വേഷൻ അറ്റ് ദ ടൈം T+1. ഇക്വേഷൻ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഈ രണ്ട് പാർട്ട്. ആദ്യം നമുക്ക് ഈ ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പോപ്പുലേഷൻ ഡെൻസിറ്റി നടുക്ക് ആരൊക്കെ കൂട്ടും. നറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്ത് റേറ്റ് ക്യാപിറ്റൽ B ആണ്. ഇമിഗ്രേഷൻ I, ക്യാപിറ്റൽ I, അത് രണ്ടും പ്ലസ് ഐയും കൊടുത്തിരിക്കുക എന്ന് വെച്ചാൽ അവർ ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടറാണ്. അപ്പോൾ ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ മോർട്ടാലിറ്റിയാണ്, മോർട്ടാലിറ്റി കുറയ്ക്കും, ഓർ ഡെത്ത് റേറ്റ്. ബി എന്ന് പറഞ്ഞാൽ ആരാണ്, എമിഗ്രേഷൻ, എമിഗ്രേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ E എന്ന് പറയും. അപ്പോൾ എയും ബിയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു ഏതാണ്. അവർ രണ്ടുപേരും കുറയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ആരൊക്കെ കുറയ്ക്കും ആരൊക്കെ കൂട്ടുമെന്ന്. ഇനി നമുക്കറിയാം NT പോപ്പുലേഷൻ ഡെൻസിറ്റി T ടൈമിലാണെങ്കിൽ T+1 ടൈമിലുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ NT+1 = NT + B + I - T + E. ഇതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ദ ടൈം NT+1 = NT + B + I - D + E. ഇത് എപ്പോഴും ചോദിക്കും. അതേപോലെ പ്രോബ്ലംസുകളും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരുന്നോണം. ബർത്ത് റേറ്റ് തരും, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ആഡ് ചെയ്യുന്ന തരും, ഡെത്ത് റേറ്റും തരും, നമ്പർ ഓഫ് ഇൻഡിവിജ്വൽ ലെഫ്റ്റ് ആവുന്നത് എത്രയാണെന്നുള്ളതും തരും. എന്നിട്ട് പോപ്പുലേഷൻ ഡെൻസിറ്റി അറ്റ് ദ ടൈം, ഒരു പ്രത്യേക ടൈം അല്ലെങ്കിൽ ഇത്ര ഇയറിൽ ഇത്രയാണെന്ന് പറയും. എന്നാൽ നമുക്ക് ഇത്ര വർഷം കഴിയുമ്പോൾ ഉണ്ടാകുന്ന പോപ്പുലേഷൻ ഡെൻസിറ്റി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസ് എഴുതിയിട്ട് ഇതിനകത്ത് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പ്രോബ്ലംസും ചോദിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അത് അറ്റൻഡ് ചെയ്യണം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത നമ്മൾ പറഞ്ഞത് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നമ്മൾ മുമ്പേ പറഞ്ഞ
ഗ്രാഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മോഡൽസിൻ്റെയും കൂടെ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നേക്കുന്നത്. എക്സ് ആക്സിസിനകത്ത് ടൈമും വൈ ആക്സിസ് പോപ്പുലേഷൻ ഡെൻസിറ്റി എടുത്തിട്ട് രണ്ട് ഗ്രോത്ത് കർവ് ജെ ഷേപ്പിലുള്ള എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് കർവ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ബി എന്ന് പറയുന്നത് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഇക്വേഷൻ ആണ്, അതും തന്നിട്ടുണ്ട്. കെ ക്യാരിയിങ് കപ്പാസിറ്റിയും തന്നിട്ടുണ്ട്. കെ ക്യാരിയിങ് കപ്പാസിറ്റി, കെ ഈസ് ദ ക്യാരിയിങ് കപ്പാസിറ്റി. ഒബ്സർവ് ദ ഫിഗർ. അപ്പോൾ ഇതിനകത്ത് എ ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഓരോ ഒക്കേഷൻസിൽ എ എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവാണ്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് അല്ലെങ്കിൽ ജിയോമെട്രിക് ഗ്രോത്ത് കർവ് എന്ന് പറയും. അതിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലാണ്. ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ അല്ലെങ്കിൽ വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ അല്ലെങ്കിൽ കർവ് എന്നും പറയും. ഗ്രോത്ത് മോഡൽ ഓർ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കർവ് ഓർ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഓർ ഗ്രോത്ത് കർവ് എന്ന് പറയാം. കെ ക്യാരിയിങ് കപ്പാസിറ്റി, കെ ഈസ് ഈക്വൽ ടു ക്യാരിയിങ് കപ്പാസിറ്റി. ക്യാരിയിങ് കപ്പാസിറ്റി, ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡലിന് പല ഫേസ് ഉണ്ട്. നോക്കി, ആദ്യം ലാഗ് ഫേസ് എന്ന് പറയും. ഇവിടെയുള്ള ലാഗ് ഫേസ്, അത് കഴിഞ്ഞ് ആക്സിലറേറ്റിംഗ് ഫേസ്, ഇത് ലാഗ് ഫേസ്, ഇത് ആക്സിലറേറ്റിംഗ് ഫേസ്. പല ഫേസുകളും ചോദിക്കാം. അപ്പം ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് അതുപോലത്തെ ഡീസിലറേറ്റിംഗ് ഫേസ്, അത് കഴിഞ്ഞ് അസിംറ്റോയ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇനി ഫർദർ ഗ്രോത്ത് ഇല്ല, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് മാക്സിമം എത്തിച്ചേരുന്നു. അപ്പോൾ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ പോപ്പുലേഷൻ ഗ്രോത്ത് ഓർ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ എപ്പോഴ് കെയ്ക്ക് ഈക്വൽ, പോപ്പുലേഷൻ ഗ്രോത്ത് കർവ് ക്യാരിയിങ് കപ്പാസിറ്റി മാക്സിമം എത്തിച്ചേർന്നു, എപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഈ കെയ്ക്ക് ഈക്വൽ ആകും, ഈ അസിംറ്റോയി അറ്റൈൻ ചെയ്യുമ്പോഴാണ്. അപ്പോൾ n = k ആയി മാറും. n = k. ഇനി ഫർദർ ഗ്രോത്ത് ഇല്ല. ഇപ്പോൾ നമ്മൾ എക്സ്ട്രാപൊളേറ്റ് ചെയ്യുമ്പോൾ ഈ ഗ്രാഫ് വന്ന് വൈ ആക്സിസിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. ആ പോയിന്റിനെയാണ് കെ ആയ ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കെ ക്യാരിയിങ് കപ്പാസിറ്റി. അപ്പോൾ ഗ്രാഫ് വരയ്ക്കാനും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. രണ്ട് ഇക്വേഷനും ഷേപ്പ്. അപ്പോൾ അതിൽ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് ഈ ഗ്രാഫിനകത്തുനിന്ന് എയും ബിയും ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ചിലപ്പോൾ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാം. അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഗ്രോത്തും എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് മോഡലും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഇനി അതേപോലെ നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ ചോദിക്കാം. ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻസ് ഓഫ് ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽസ് ഉപയോഗിച്ച് ചോദിക്കാം. അടുത്ത റൈറ്റ് ദ 4 ഫാക്ടർ ദാറ്റ് അഫക്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്ന 4 ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ മുമ്പേ പറഞ്ഞ നറ്റാലിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യും. അടുത്തത് ഇമിഗ്രേഷൻ, അതും ഇൻക്രീസ് ചെയ്യും പോപ്പുലേഷൻ ഡെൻസിറ്റി. ഇൻക്രീസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അടുത്തത് ഫാക്ടർ 4 ഫാക്ടർ, അത് മോർട്ടാലിറ്റി, അത് ഡിക്രീസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അടുത്തത് 4-മത്തത് ഫാക്ടർ എമിഗ്രേഷൻ, അതും ഡിക്രീസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അതിൽ നിന്ന് പല ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻസും ഈ പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസും. ഇനി പോപ്പുലേഷൻ ഡെൻസിറ്റിയെ എക്സ്പ്രസ് ചെയ്യും. പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ടോട്ടൽ നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസ് ഓർ ദ സ്പീഷ്യസ് ഇൻ ഗിവൺ ഏരിയ ഓർ യൂണിറ്റ് വോളിയം അറ്റ് എ ഗിവൺ ടൈമിൽ, ഒരു പ്രത്യേക ടൈമിൽ ഒരു ഏരിയയിൽ ഓക്യുപൈ ചെയ്യുന്ന മൊത്തത്തിലുള്ള ആൾക്കാരുടെ എണ്ണം. അപ്പോൾ അത് പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡുണ്ട്. ഒന്നാമത്തത് മെത്തേഡ്സിന് നമ്മൾ പെർസെൻറ്റേജ് കവർ, മാസ് പെർസെൻറ്റേജ് കവറിൽ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. മാസ് പെർസെൻറ്റേജ് കവർ എന്നുള്ളത്, മാസ് പെർസെൻറ്റേജ് കവർ എക്സ്പ്രസ് ചെയ്യുന്നത്, പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ്പ്രഷൻ പോപ്പുലേഷൻ ഡെൻസിറ്റി, പെർസെൻറ്റേജ് മാസ് കവർ, റിലേറ്റീവ് ഡെൻസിറ്റിയിൽ എക്സ്പ്രഷൻ നടത്തും. റിലേറ്റീവ് ഡെൻസിറ്റി, അതുപോലെ
ഇൻഡയറക്റ്റ് മെത്തേഡിൽ കൗണ്ട് ചെയ്യും. ആക്ച്വൽ കൗണ്ട് അറിയാതെ ഇൻഡയറക്റ്റ് മെത്തേഡിൽ എക്സ്പ്ലെയിൻ ചെയ്യും. പെർസെൻറ്റേജ് മാസ് കവറിന് എക്സാമ്പിളാണ് ഒരു വലിയ ബെനിയൻ ട്രീ തന്നിട്ടുണ്ട്. 200ഓളം ക്യാരറ്റ് ഗ്രാസ് ഓർ പാർത്തീനിയം ഉണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി പാർത്തീനിയം സ്പീഷ്യസ് ഹിസ്റ്ററോഫാഗസ് അല്ലെങ്കിൽ ക്യാരറ്റ് ഗ്രാസിനാണ് കൂടുതൽ. ഒരു ബെനിയൻ ട്രീയും 200 പാർത്തീനിയവുമാണ് ഉള്ളത്. അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുമ്പോൾ പാർത്തീനിയത്തിനാണ് കൂടുതൽ. ഇവിടെ പെർസെൻറ്റേജ് മാസ് കവർ എന്ന് പറയുമ്പോഴത്തേക്ക് ബെനിയൻ ട്രീക്കാണ് മീനിങ് ഫുൾ ആയത്. ഒരു ബെനിയൻ ട്രീ ഉണ്ട്, ആ ബെനിയൻ ട്രീ മൊത്തത്തിൽ കവർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി റിലേറ്റീവ് ഡെൻസിറ്റിയിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എക്സ്പ്രസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ടോട്ടൽ ഫിഷ് ഇൻ ദ ലേക്ക് എന്ന് പറയുന്നത്. ഫിഷ് ട്രാപ്പ് കോട്ട് ബൈ ദ ട്രാപ്പ് ഒരു ലേക്കിലെ ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് മെഷർ ചെയ്യുന്നത് റിലേറ്റീവ് ഡെൻസിറ്റിയിലെ മെഷർ ചെയ്യാൻ പറ്റും. ആക്ച്വലായിട്ട് പ്രാക്ടിക്കലി ഡിഫിക്കൽട്ട്. ഒരു വലിയൊരു ഹ്യൂജ് പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വളരെ പാടാണ്. അതുകൊണ്ട് ടോട്ടൽ കൗണ്ട് ഡിറ്റർമിൻ ചെയ്യുന്നത് റിലേറ്റീവ് ഡെൻസിറ്റിയിലാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പോണ്ടിൽ അല്ലെങ്കിൽ ഒരു ലേക്കിലുള്ള ടോട്ടൽ പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി ഓഫ് ഫിഷ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രാപ്പ് കോട്ട് ബൈ ദ ഫിഷ്, എത്രമാത്രം ഫിഷസിനെ ഈ വല ഉപയോഗിച്ച് കോട്ട് ചെയ്തു. നമ്പർ ഓഫ് ഫിഷ് ക്വാട്ട് ബൈ ദ ട്രാപ്പ് ആണ് നമ്മൾ റിലേറ്റീവ് ഡെൻസിറ്റിയിലെ പറയുക. അതാണ് ടോട്ടൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഓഫ് ദി ലേക്ക് എന്ന് പറയുന്നത്. ഒരു വലിയ ഹ്യൂജ് പോപ്പുലേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റിയിലെ ഡിറ്റർമിൻ ചെയ്യുക. അതിന് എക്സാമ്പിളാണ് ടോട്ടൽ ഫിഷ് കൗണ്ട് ഇൻ ലേക്ക് കോട്ട് ബൈ ദ ട്രാപ്പ്. അടുത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻസിനകത്ത് നമ്മൾ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാറ്. ടൈഗറിൻ്റെയൊക്കെ സെൻസസ്, നാഷണൽ ടൈഗർ പാർക്കുകളിലും ടൈഗറിൻ്റെ സെൻസസുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഫീക്കൽ പെല്ലറ്റും പഗ് മാർക്ക് കാൽപാദങ്ങളും അത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീക്കൽ പെല്ലറ്റും നോക്കിയാണ് അതിൻ്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്. അതിന് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻസ് ആണ്. ടൈഗർ സെൻസസ് ഇൻ നാഷണൽ പാർക്ക് ഈസ് ബേസ്ഡ് ഓൺ പഗ് മാർക്ക് ആൻഡ് ഫീക്കൽ പെല്ലറ്റ്. അങ്ങനെയും ചോദിക്കാം. അപ്പോൾ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏതൊക്കെ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം അതിൻ്റെ എക്സാമ്പിൾസുമായിട്ടും ചോദിക്കാം. അങ്ങനെയും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം. ഇനി വേറെ നമ്മൾ മുമ്പേ പറഞ്ഞ ഇക്വേഷൻ തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ND+1 is equal to NT+B+I minus D+E is the equation to find the population density at a given time. ഇതിനകത്ത് ഓരോന്നും എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് അറിയാം. ബി ബർത്ത് റേറ്റ് അല്ലെങ്കിൽ നമ്മൾ നറ്റാലിറ്റി എന്ന് പറയും. നറ്റാലിറ്റി ഓർ ബർത്ത് റേറ്റ്. മുമ്പേ പറഞ്ഞത് പല ടൈപ്പ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം I ഇമിഗ്രേഷൻ, ഡി ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മോർട്ടാലിറ്റി എന്ന് പറയും. മോർട്ടാലിറ്റി ഓർ ഡെത്ത് റേറ്റ്. ഈ ഇക്വേഷൻസ് എല്ലാം നമ്മൾ പഠിക്കണം. ആ ഓരോ ഇക്വേഷൻസിനകത്തുള്ള ലെറ്ററുകളൊക്കെ എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന്, ഏത് ടേം ഡിനോട്ട് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. ഈ എമിഗ്രേഷൻ അങ്ങനെയുണ്ട്. പിന്നെ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഗ്രാഫ് അറിഞ്ഞിരിക്കണം. പ്രോബ്ലംസുകളും ചോദിക്കാം. ബർത്ത് റേറ്റ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. ഒരു കുളത്തിനകത്ത് 20 പ്ലാന്റ് ഉണ്ട്. റീപ്രൊഡക്ഷൻ്റെ ഫലമായി 10 എണ്ണം കൂടെ ആഡ് ചെയ്താൽ അവിടുത്തെ പോപ്പുലേഷൻ ഗ്രോത്ത് നറ്റാലിറ്റി ഓർ ബർത്ത് റേറ്റ് എത്ര? ഉള്ളത് 20 10 പേരൂടെ ആഡ് ചെയ്യുമ്പോൾ 10/20 മനസ്സിലായോ? 0.5 അങ്ങനെ കിട്ടും. അങ്ങനെ ഓർത്തിരിക്കണം. അല്ലെങ്കിൽ ഒരു ലബോറട്ടറിയുടെ കൾച്ചറിനകത്ത് 50 അല്ലെങ്കിൽ 40 ഫ്രൂട്ട് ഫ്ലൈ ഉണ്ട്. ആഴ്ചയിൽ 4 എണ്ണം വെച്ച് മരിച്ചു പോകുന്നു. ഇപ്പോൾ ടോട്ടൽ ഡെത്ത് റേറ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ ഫ്രൂട്ട് ഫ്ലൈ 40. ടൈഡ് ഇൻ വീക്ക്, ഓരോ ആഴ്ചയിലും മരിക്കുന്ന ഫ്രൂട്ട് ഫ്ലൈ 4. ഡെത്ത് റേറ്റ് ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ 40. അപ്പോൾ എത്ര കിട്ടും? 4ഉം 4ഉം കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 0.1 ഓസ്പ്രിങ് സീഡ്. മനസ്സിലായോ? 1 കിട്ടും. അതായത് 1/10 എന്ന് പറയുമ്പോൾ 0.1 ഫ്രൂട്ട് ഫ്ലൈ പെർ വീക്ക് എന്ന് പറയണം. ഫ്രൂട്ട് ഫ്ലൈ പെർ വീക്ക് ആഴ്ചയിൽ. അങ്ങനെ ഉള്ള പ്രോബ്ലംസ്, സിമ്പിൾ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസുകളും ചോദിക്കാം.
ഇനി അടുത്തത് വേറെ ഒരു ടൈപ്പ് ഇക്വേഷൻസ്, നമ്മൾ ലോജിസ്റ്റിക് ഗ്രോത്ത് ഇക്വേഷൻസ് തന്നിരിക്കുക. dn/dt is equal to Rn into k minus n/k is the equation which describe Verhulst pole logistic growth. What does k stand for this equation? Carrying capacity. Carrying capacity is a maximum number of individuals of the species attained in the population density. There is a no further growth. ഇനി ഫർദർ ഗ്രോത്ത് ഇല്ല. ടൈം കൂടുന്നതനുസരിച്ച് പോപ്പുലേഷൻ ഡെൻസിറ്റി മാക്സിമം എത്തിക്കും. ആ മാക്സിമം പോയിന്റിനെയാണ് ക്യാരിയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നെയിം ദ ടൈപ്പ് ഓഫ് ഗ്രോത്ത് മോഡൽ വെൻ റിസോഴ്സസ് ഇൻ ഹാബിറ്റ് ആർ അൺലിമിറ്റഡ്. അൺലിമിറ്റഡ് റിസോഴ്സ് ഉണ്ടായാൽ ഏതായിരിക്കും? എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ജിയോമെട്രിക്. രണ്ടും ഒന്ന് തന്നെ, എക്സ്പോണൻഷ്യൽ ഓർ ജിയോമെട്രിക് ഗ്രോത്ത് മോഡൽ. ജിയോമെട്രിക് ഗ്രോത്ത് മോഡൽ. ഇനി പരീക്ഷയ്ക്ക് സാധാരണയായി കണ്ടിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് നമുക്കറിയാം, dn/dt is equal to Rn into k minus n/k. ഒരു ഏത് ഇക്വേഷൻസ് ആണ്? ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഇക്വേഷൻ. ഇതിൻ്റെ മോഡിഫൈഡ് ഫോം ഇക്വേഷൻസ് ഉണ്ട്. dn/dt is equal to Rn into 1 minus k n 1 minus n/k 1 minus n/k എന്ന് പറയുന്നത് ഈ വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽസിൻ്റെ വേറൊരു മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഇക്വേഷനാണ്. ഇതിൽ n/kയുടെ വാല്യൂ 0 വന്നാൽ ഈ ഇക്വേഷൻ എന്താകുമെന്ന് നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു dn/dt. ഈ n/kക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സ്മാൾ r ക്യാപിറ്റൽ N ഇൻറ്റു 1 മൈനസ് n/kക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 0 ദാറ്റ് ഈസ് ഈക്വൽ ടു Rn ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു Rn എന്ന് പറഞ്ഞാൽ ഈ മോഡിഫൈഡ് ആയിട്ടുള്ള വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ ഇക്വേഷൻ തരും. dn/dt is equal to Rn into 1 minus n/k. അതിൽ n/kക്ക് 0 വാല്യൂ വന്നാൽ ഇത് ഏത് ഇക്വേഷനായി മാറും? ഇത് dn/dt is equal to Rn, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷന് തുല്യമായി മാറും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഇക്വേഷന് തുല്യമായി മാറും. ഇനി n/kക്ക് പകരം നമ്മൾ ഈ ഇക്വേഷൻസിനകത്ത് n/kക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n/kക്ക് പകരം അപ്പോൾ എന്തോ വരും? Rn into 1 minus 1 ദാറ്റ് ഈസ് ഈക്വൽ ടു Rn into 1 minus 1 എത്രയാണ്? 0. അപ്പോൾ ഇത് ടേം 0 ആയിപ്പോവും, ഈക്വേഷൻസ് 0 ആയിപ്പോവും. അപ്പോൾ അങ്ങനെ ഒരു 2 കണ്ടീഷൻ തന്നും ക്വസ്റ്റ്യൻസുകൾ ചോദിക്കും. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. ഇതൊരു മോഡിഫൈഡ് ഫോമാണ് വെർഹുലിസ്റ്റ് പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് മോഡൽ. അത് n/kക്ക് വാല്യൂ 0 വന്നാൽ ഇത് എന്താകും, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇതിനകത്ത് n/kക്ക് പകരം 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അത് നമ്മൾ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഓർ ജിയോമെട്രിക് ഗ്രോത്ത് ഇക്വേഷന് തുല്യമാകും. n/kക്ക് വരെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് 0 ആയി മാറും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആ കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഒബ്സർവ് ദ ഫിഗർ ഗിവൺ ബിലോ. നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഫിഗർ 2 എണ്ണം ഏജ് പിരമിഡിൻ്റെ വേറൊരു ക്വസ്റ്റ്യൻസ് ആയി തന്നേക്കുന്നത്. അപ്പോൾ ആദ്യത്തേത് വാട്ട് ആർ ഏജ് പിരമിഡ്? ഏജ് പിരമിഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ പിക്ടോറിയൽ എന്നും പറയും. ഓർ പിക്ടോറിയൽ representation of individuals in ഗ്രാഫിനകത്ത്, അല്ലെങ്കിൽ നമ്മളൊരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനിൽ ഇൻഡിവിജ്വൽസ് ഇൻ ഗ്രാഫിക്കൽ ഓർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഈച്ച് ഏജ് ഗ്രൂപ്പ്. ഓരോ ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് പോസ്റ്റ് റീപ്രൊഡക്റ്റീവ്. അതാ ഈച്ച് ഏജ് ഗ്രൂപ്പ്. അതിനെയാണ് ഏജ് സൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അപ്പോൾ ഇത് പിരമിഡ് എന്ന് പറയാൻ കാരണം ഈ ഗ്രാഫിക്കൽ ഓർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഏജ് പിരമിഡ്. എന്താ ഏജ് പിരമിഡ് എന്നുള്ളതിന് ഡെഫിനേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഗ്രാഫിക്കൽ ഓർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഈച്ച് ഏജ് ഗ്രൂപ്പ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് ഏജ് പിരമിഡ്. എ നമ്മൾ മുമ്പേ പറഞ്ഞതാ, എക്സ്പാൻഡിങ് ആണ്. എക്സ്പാൻഡിങ് അല്ലെങ്കിൽ ഗ്രോയിങ് ആണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന? ട്രയാങ്കുലർ ഷേപ്പാണ്, ബ്രോഡ് ബേസ്. ഈ പ്രീ റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും കൂടുതൽ. അത് നോക്കിയാൽ നമ്മൾ എഴുതുന്നത്. എക്സ്പാൻഡിങ് ഓർ ഗ്രോയിങ് ഏജ് പിരമിഡാണ്. ബി എന്ന് പറയുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞ തന്നെ, ഞാൻ ഒരു
ക്വസ്റ്റ്യൻ വന്നപ്പോൾ അതിനകത്ത് തന്നെ പറഞ്ഞായിരുന്നു ബാക്കിയുള്ള ടൈപ്പ് ഏജ് പിരമിഡും ചോദിക്കും. നോക്കിയേ, നടുക്കിയിരിക്കുന്ന റീപ്രൊഡക്റ്റീവ് ഇൻഡിവിജ്വൽസ് കൂടുതലാണ്, പ്രീ റീപ്രൊഡക്റ്റീവും പോസ്റ്റ് റീപ്രൊഡക്റ്റീവും കുറവാണ്. ഒരു പമ്പരം, ഒരു ഏൺ ഷേപ്പ്ഡ്, അതിനെ നമ്മൾ ഡിക്ലൈനിങ് എന്നാണ് പറയുന്നത്. ഡിക്ലൈനിങ് ടൈപ്പ് ഓഫ് ഏജ് പിരമിഡാണ്. ബെല്ലിൻ്റെ ഷേപ്പിൽ ഒരെണ്ണം വരാനുണ്ട്, അതിനെ സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. സ്റ്റേബിൾ. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ദ ഡെൻസിറ്റി ഓഫ് ദ പോപ്പുലേഷൻസ് in given habitat during a given period fluctuates due to changes in 4 basic process. List out of them. How do the process affect the population density? നമ്മൾ പറഞ്ഞ ആ 4 ഫാക്ടേഴ്സുകൾ എങ്ങനെയൊക്കെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റിയെ അഫക്റ്റ് ചെയ്യുന്നത്. നട്ടാലിറ്റി ഓർ ബർത്ത് റേറ്റ് ഇൻക്രീസ് പോപ്പുലേഷൻ ഡെൻസിറ്റി. അത് എഴുതണം. നട്ടാലിറ്റി ഓർ ബർത്ത് റേറ്റ് ഇൻക്രീസസ്, ബർത്ത് റേറ്റ് ഓർ നട്ടാലിറ്റി ഇൻക്രീസസ് ദി പോപ്പുലേഷൻ. എങ്ങനെയാ അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹാബിറ്റാറ്റിലെ 4 ബേസിക് പ്രോസസ്സുകളാണ് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി അഫക്റ്റ് ചെയ്യുന്ന 4 ബേസിക് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ 4 ബേസിക് ആയിട്ടുള്ള പ്രോസസ്സുകളാണ്. ഒന്ന് ബർത്ത് റേറ്റ്, നറ്റാലിറ്റി ഇൻക്രീസസ്, പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻക്രീസസ്, പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. അടുത്തത് ഡെത്ത് റേറ്റ് ഡിക്രീസസ്, ഡെത്ത് റേറ്റ് ഓർ മോർട്ടാലിറ്റി ഡിക്രീസസ്, population density, immigration increases, population density, കൂട്ട് emigration decreases, the population density. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇനി നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻസ് ഇവിടെ ഓർക്കേണ്ടത്, ഇഫ് എ പോപ്പുലേഷൻ ഗ്രോയിങ് എക്സ്പൊണൻഷ്യലി ഡബിൾ ഇൻ സൈസ് ഇൻ 3 years, വാട്ട് ഈസ് ദ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓർ ആർ ഓഫ് ദി പോപ്പുലേഷൻ? ഒരു പോപ്പുലേഷൻ എക്സ്പൊണൻഷ്യലായിട്ട് ഗ്രോ ചെയ്യുകയാണ്, 3 വർഷം കൊണ്ട് അതിൻ്റെ സൈസ് ഡബിൾ ആകും എങ്കിൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് ആറിൻ്റെ വാല്യൂ എത്ര ആണെന്നാണ്. അപ്പം നമ്മൾ ഇവിടെ ഇത് ചെയ്യാനായിട്ട് ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇൻറ്റഗ്രൽ ഫോം ഓഫ് എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ ഒരു ഇൻറ്റഗ്രൽ ഫോം ഓഫ് ഇക്വേഷൻസ് ഉണ്ട്. അതെന്ന് പറയുന്നത് NT ഈസ് ഈക്വൽ ടു N0 e raised to RT എന്നാണ്. NTയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്ര വർഷത്തിനകമാണ് NT എന്ന് പറയുന്നത്? 3 വർഷത്തിനകം ഡബിൾ ചെയ്യൂ എന്നാണ്. അപ്പോൾ നമ്മൾ ഇനിഷ്യലി ഉള്ള N0യെ എക്സ് എന്ന് എടുക്കുക, അപ്പോൾ അത് ഡബിൾ ചെയ്യുക. അപ്പോൾ NT പോപ്പുലേഷൻ 2x, N0 എക്സ് എന്ന് എടുക്കുക. ടൈം തന്നിട്ടുണ്ട് 3 year, 3 year ആകുമ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NTക്ക് പകരം 2x ഈക്വൽ ടു N0ക്ക് പകരം x ഈ RT. ഈ എക്സും വെട്ടിപ്പോയി. അപ്പം 2 ഈസ് ഈക്വൽ ടു e റേസ് ടു RT. ടിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 ഈസ് ഈക്വൽ ടു e റേസ് ടു R3 എന്നുണ്ട്. ടിയുടെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടീം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലോഗരിതം എടുക്കണം. 2 സൈഡിലും ലോഗരിതം എടുക്കുമ്പം ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്, 2 സൈഡിലും ലോഗരിതം എടുക്കണം. അപ്പം ലോഗ് 2 ഈസ് ഈക്വൽ ടു, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 3R ലോഗ് E എന്ന് എഴുതാം. നമുക്ക് വേണ്ടുന്ന ഇവിടെ കണ്ടുപിടിക്കേണ്ടുന്നത് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസാണ്. അപ്പോൾ അയാളെ ഇനി പുറത്ത് കൊണ്ടുവരും. ദാറ്റ് ഈസ് ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് സ്മാൾ r ഇസ് ഈക്വൽ ടു ലോഗ് 2 ഡിവൈഡഡ് ബൈ 3 ലോഗ് E എന്ന് എഴുതണം. E എന്ന് പറഞ്ഞാൽ ബേസ് ഓഫ് ദി നാച്ചുറൽ ലോഗരിതം. നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് 2.71828. അതാണ് വാല്യൂ. 2.71828 ആണ്. ലോഗ് 2വിൻ്റെ വാല്യൂ 0.301 എന്നാണ്.
അതേ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ലോഗ് ഇ. ലോഗ് ഇ എന്ന് പറഞ്ഞാൽ ബേസ് 10 ലോഗരിതമാണ്. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ലോഗരിതത്തിനകത്ത് 27ൻ്റെ 1 നോക്കുക, അതിൻ്റെ കൂടെ 8ൻ്റെ വാല്യൂയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 0.434 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.301 ഇൻറ്റു 1.032 is equal to 0.2311 എന്ന് കിട്ടും. 0.2311. അപ്പോൾ അതാണ്, അത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിങ്ങനെ ഇത്ര വർഷം കൊണ്ട് ഡബിൾ ചെയ്യും, അല്ലെങ്കിൽ ട്രിപ്പിൾ ആവും, 4 വർഷമാകാം, അല്ലെങ്കിൽ ഡബിൾ ആകാം. അപ്പം അതിനകത്ത് നിന്ന് ഇൻട്രിൻസിക് റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസിൻ്റെ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ ആണ്. ആ ഇൻ്റഗ്രേറ്റഡ് ഇക്വേഷൻ ഇതാണ് ബേസ് ഇക്വേഷൻ. ND is equal to N0 e raised to RT. അപ്പോൾ ND നമുക്ക് തന്നിട്ടുണ്ട്, ഡബിൾ ചെയ്യുന്നതാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ആഫ്റ്റർ ദ ടൈം, അത് 3 വർഷം കഴിയുമ്പോഴാണ് ഡബിൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 2x എന്ന് എടുക്കും. ഇനിഷ്യലി ഉള്ളതാണ് 0 ടൈമിലുള്ളതാണ് N0, അത് x എന്ന് എടുക്കും. T തന്നിട്ടുണ്ട് 3 വർഷം, അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് എക്സും വെട്ടിപ്പോയി ലോഗരിതം എടുക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ലോഗ് ഇ എന്ന് പറയുന്നത് നമ്മുടെ പുസ്തകത്തിനകത്ത് ലോഗ് ഇ എന്ന് പറയുന്ന ബേസ് ഓഫ് ദി നാച്ചുറൽ ലോഗരിതമാണ്. അതിൻ്റെ വാല്യൂ 2.71828 ആണ്. ഇനി നമുക്ക് ഈ ആർ വാല്യൂവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ആർ വാല്യൂ ഓഫ് നോർവേ റാറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് 3 ആൾക്കാരുടെ ആർ വാല്യൂ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ആർ വാല്യൂ ഓഫ് നോർവേ റാറ്റ്, നോർവേ കാണുന്ന എലിയുടെ ആർ വാല്യൂ. ആർ എന്ന് പറഞ്ഞാൽ ഇൻട്രിൻസിക് റേറ്റ് ഓഫ് നാച്ചുറൽ ഇൻക്രീസ് 0.51 ആണ്. അതുപോലെ ആർ വാല്യൂ ഓഫ് ഫ്ലോറിൽ കാണുന്ന ബീറ്റിൽസ്, അതായത് ഈ ധാന്യങ്ങളിൽ കാണുന്ന ബീറ്റിൽസിൻ്റെ ആർ വാല്യൂ 0. ഇതെത്രയാ? ആർ വാല്യൂ ഓഫ് നോർവേ റാറ്റ് 0.51 ആണെങ്കിൽ ആർ വാല്യൂ ഓഫ് ഫ്ലോർ ബീറ്റിൽ എന്ന് പറയുന്നത് 0.12 ആണ്. 12. 1981 ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ആർ വാല്യൂവും നമ്മുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഓർത്തിരിക്കണം. അതിൻ്റെ ആർ വാല്യൂ എന്ന് പറയുന്നത് 0.0205 ആണ്. 0.0205. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ പാർട്ട് 1. നമ്മളിപ്പം ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 1 ആണ്. പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്സുകൾ, പോപ്പുലേഷനിലെ ഓരോ ആട്രിബ്യൂട്ട്സുകൾ, പോപ്പുലേഷൻ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഗ്രോത്ത് മോഡൽസുകളിലെ ഇക്വേഷൻസുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകൾ, അതിൻ്റെ ഗ്രാഫ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത സെക്ഷൻസിൽ നമ്മൾ പോപ്പുലേഷൻ ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻസിലെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻസും അതിനകത്തുള്ള കൺസെപ്റ്റുകളും പരീക്ഷയ്ക്ക് എക്സാമിനേഷന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യനുകളുമായിട്ട് അടുത്ത പാർട്ട് 2 നമുക്ക് കാണാം. ഓക്കെ.